പ്രിയമുള്ളവരെ നമസ്കാരം. ഈ കഴിഞ്ഞ മാസം റിലീസായ ഒരു 3 സിനിമകളാണ് ആവേശം, വർഷങ്ങൾക്ക് ശേഷം, ജയ് ഗണേഷ്. വീണ്ടും ഒത്തിരി സിനിമകൾ റിലീസായിട്ടുണ്ട്. പലതും ഫ്ലോപ്പാണ്. മറ്റു പലതും നമ്മൾ കാണാതെയും പോയി. OTT-യിൽ റിലീസായ ചില പടങ്ങൾ നമ്മൾ കാണാതെ പോയി. കണ്ടതിൽ ആവേശം, അതുപോലെ വർഷങ്ങൾക്ക് ശേഷം, ജയ് ഗണേഷ്, 3 നല്ല സിനിമകളാണ്. ആവേശത്തിൽ ഫഹദിൻ്റെ പൂന്ത് വിളയാടലാണ്. അതുപോലെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞാൽ മന്ത്രമോതിരം പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ശശിശങ്കറിൻ്റെ മകനായ രഞ്ജിത് ശങ്കറാണ് ഈ ജയ് ഗണേഷിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും. ആദ്യാവസാനം വളരെ ത്രില്ലടിപ്പിക്കുന്ന, കുടുംബസമേതം തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്ന നല്ല മനോഹരമായൊരു ചിത്രമാണ് ജയ് ഗണേഷ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു സമാജം സ്റ്റാറല്ല, നല്ല കഴിവുള്ള, ഏത് വേഷവും അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു നടൻ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ണി മുകുന്ദൻ എന്ന കാലിന് സ്വാധീനമില്ലാത്ത, അതായത് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ട ഉണ്ണി മുകുന്ദൻ അവൻ്റെ കമ്പ്യൂട്ടർ സെൻസ് വെച്ചിട്ട് തെളിയിക്കുന്ന ഒത്തിരി കേസുകളുണ്ട്. അത് പലപ്പോഴും പോലീസിന് സഹായകമാവുന്നു. അതുപോലെ ഒരു എം എൽ എയുടെ മകൻ ഇവൻ്റെ സുഹൃത്താണ്, ചെറിയ കുട്ടിയാണ് അവൻ, എങ്കിൽ പോലും ഇവൻ്റെ സൗഹൃദത്തിൽപ്പെട്ടതാണ്. ആ കുട്ടിയെ ഒരു സൈക്കോ കുറ്റവാളി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മകള് വിഷപ്പുക ശ്വസിച്ചാണ് മരിച്ചത്. അതിൻ്റെ പിന്നിൽ ആ വിഷപ്പുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വേസ്റ്റൊക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെ MLA ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ വേസ്റ്റ് ഇടുകയും തീയിടുകയൊക്കെ ചെയ്ത് ആ വിഷപ്പുക ശ്വസിച്ചാണ് ആ കുട്ടി മരിച്ചത്. അതുപോലെ തന്നെ ഈ MLA-യുടെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് തട്ടിക്കൊണ്ട് പോകുന്ന, എവിടെയാണെന്ന് പോലീസിനൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കുട്ടിയെ കൊണ്ട് ഒളിപ്പിക്കുന്നത്. എന്നാൽ ഈ ജയ് ഗണേഷ് എന്ന ഉണ്ണിമുകുന്ദൻ്റെ കഥാപാത്രം ആ സ്ഥലം കണ്ടുപിടിക്കുകയും തൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, പരിധി എന്ന് പറഞ്ഞാൽ 2 കാലിനും സ്വാധീനമില്ലാത്ത ഒരാളെന്ന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ കുട്ടിയെ രക്ഷിച്ചെടുക്കുന്നിടത്താണ് സിനിമ തീരുന്നത്. വീണ്ടും ഒത്തിരി കേസുകളെ സഹായിക്കാൻ ഉണ്ണിമുകുന്ദൻ്റെ സഹായം പോലീസ് ആവശ്യപ്പെടുന്നു. പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയും അതുപോലെ വേറൊരാളുമുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദനെ കൂടാതെ മഹിമ നമ്പ്യാർ, രവീന്ദ്ര വിജയ്, ജോമോൾ, ഹരീഷ് പേരടി, അശോകൻ, നന്ദു തുടങ്ങിയ ഒത്തിരി പേരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയെ ആളുകൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ണി മുകുന്ദൻ രാഷ്ട്രീയമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മമ്മൂക്കാക്കുണ്ട് രാഷ്ട്രീയം, ജഗദീഷിനുണ്ട് രാഷ്ട്രീയം, അതുപോലെ മുകേഷിനുണ്ട് രാഷ്ട്രീയം, ഇന്നസെൻറ്റിനുണ്ട് രാഷ്ട്രീയം, അങ്ങനെ ഒത്തിരി ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട്. അത് പരസ്യമായിട്ട് അവർ പറഞ്ഞിട്ടുമുണ്ട്. ധർമ്മജൻ ബോൾഗാട്ടി, അതുപോലെ രമേശ് പിഷാരടി, ഇവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. അതെല്ലാം ജനങ്ങളോട് അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയത്തെ മാത്രം, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന, ഞാൻ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അതിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ, അതിൽ ഒരു കലാകാരനെന്ന നിലയിൽ പുള്ളിയെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. പുള്ളിയുടെ നല്ല വേഷമാണ്, നന്നായിട്ട് പുള്ളി സ്ട്രെയിൻ ചെയ്ത് അഭിനയിച്ചൊരു സിനിമയാണ്. അപ്പോൾ പുള്ളിയുടെ ആ അഭിനയത്തെയാണ് നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയം എന്തുമാകട്ടെ, ഈ പറഞ്ഞ പോലെ മമ്മൂക്കാക്ക് ഇടതുപക്ഷ ചായയുള്ള രാഷ്ട്രീയമാണ്. കൈരളിയുടെയൊക്കെ ചെയർമാനായിരുന്നു ഒരു സമയത്ത്, ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുപോലെ ഒത്തിരി രാഷ്ട്രീയമുള്ള ഒരുപാട് സിനിമാക്കാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് കാണിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് മറ്റൊരു വസ്തുതാപരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ ഭാഗത്തുണ്ട് ചില തെറ്റുകൾ. കാരണം ഒരിക്കൽ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന ഒരു കാലത്താണ് ഉണ്ണി മുകുന്ദൻ
ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത്, അതായത് മാളികപ്പുറം. അപ്പോൾ അതിനെ ഒരു പ്രത്യേക രാഷ്ട്രീയ നേതൃത്വം അതിനെ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാർ അതിനെ വളരെ ആഘോഷമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഷംസീർ മിത്ത് വിവാദം, അതായത് ഏതോ ഒരു ദൈവത്തെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് മിത്താണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ്, അതായത് ഗണപതിയുടെ കാര്യമായിരുന്ന ആ കാലത്ത് ചർച്ചയുണ്ടായിരുന്നത്, ഗണപതിയെ കുറിച്ചിട്ടുള്ളതാന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഷംസീർ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് വേറെ കാര്യം. ആ സമയത്താണ് ഈ ഉണ്ണി മുകുന്ദൻ ജയ് ഗണേഷ് എന്ന പടത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആ കുറച്ച് ഒരു കൂട്ടം ആളുകളുടെ ആ ഒരു സിമ്പതി നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ബിസിനസ് ചെയ്യാനും കൂടി ആയിരിക്കണം അങ്ങനെ ഒരു സമയത്തൊക്കെ ഈ സിനിമയുടെ പേര് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ ആ സിനിമയ്ക്ക് വേറെ ഒരു തകരാറുമില്ല. നല്ല സിനിമയാണ്. ഉണ്ണി മുകുന്ദനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൂടെ മഹിമ നമ്പ്യാരും വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആ സിനിമയ്ക്ക് നമുക്കൊരു 10ൽ ഒരു 8 മാർക്ക് കൊടുക്കാം. അതുപോലെ ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ മറ്റൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷവും വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അതായത് ഒരു ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അത് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. അഭിനയിച്ചിരിക്കുന്നത് ലാലേട്ടൻ്റെ മോൻ പ്രണവ്, അതുപോലെ വിനീത് ശ്രീനിവാസൻ, പിന്നെ നിവിൻ പോളി, നീത പിള്ള, കല്യാണി രാമചന്ദ്രൻ, ധ്യാൻ ശ്രീനിവാസൻ, ശ്യാം ധർമ്മൻ, അതുപോലെ ബേസിൽ ജോസഫ്, അർജുൻ ലാല്, പിന്നെ അങ്ങനെ ഒത്തിരി നല്ല അജു വർഗീസ്, നീരജ് മാധവ്, ദീപക്, അതുപോലെ ആസിഫ് അലി, അങ്ങനെ ഒത്തിരി നല്ല നടന്മാർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പഴയ കാലത്ത് നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസനും അതുപോലെ പാട്ടുകാർ അങ്ങനെ ഒത്തിരി ആളുകൾ അനുഭവിച്ച സിനിമയിലൂടെ അനുഭവിച്ചു വന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ സിനിമ പറയുന്നത്. സിനിമ സംവിധാനം ചെയ്യുകയും സിനിമ എഴുതി സംവിധാനം ചെയ്യുന്ന പഴയ കുറച്ച് ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെ കൂട്ടാം. പലപ്പോഴും അതിനകത്ത് ട്രോളാണ്, അതായത് ഒരു മുഴുനീള കോമഡി ട്രോളാണ് സിനിമ. ഇന്നത്തെ മലയാള സിനിമയിലെ പല നടന്മാരും ട്രോൾ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിലൂടെ വന്ന ഒരു പ്രസിദ്ധനായ ഒരാളെ ട്രോൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ആദ്യ പകുതി കഴിഞ്ഞാൽ ആ സിനിമ കൊണ്ടുപോകുന്നത് നിവിൻ പോളി എന്ന് പറയുന്ന അതുല്യ കലാകാരനാണ്. നിവിൻ പോളിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയാം. നിവിൻ പോളി തന്നെ ട്രോൾ ചെയ്യുന്ന ഒത്തിരി സീനുകൾ പടത്തിലുണ്ട്. നിവിൻ പോളിയുടെ കുറേ പടങ്ങൾ പൊട്ടുകയും എന്നാൽ ഈ പടത്തിലൂടെ നിവിൻ പോളി കയറി വരികയും പുള്ളി തടി വെച്ചതിനെ കുറിച്ചിട്ടൊക്കെ, പുള്ളി തടി വെച്ചതിന് മറ്റുള്ളവർക്ക് എന്തിനാണ് ഒരു ബുദ്ധിമുട്ട്, പുള്ളിയുടെ അഭിനയം നോക്കിയാൽ പോരെ, പുള്ളി തടി വെച്ചോ ഇല്ലേ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ പുള്ളി പറയണ്ടേ, എടാ പട്ടികളെ, ഞാൻ ആരുമില്ലാണ്ട് കയറി വന്നാളെ, ഒരാളെ സഹായമില്ലാണ്ട് കയറി വന്നാളെ. അതുപോലെ മക്കൾ വ്യവസായമുണ്ട്, സിനിമയിലുള്ള മക്കൾ വ്യവസായം. പ്രസിദ്ധരായ എല്ലാ നടന്മാരുടെ മക്കളും സിനിമയിലൂടെ വളർന്നു വരുന്നു. അപ്പോൾ അവൻ്റെ മകനും അഭിനയിക്കുന്നു, ഇവൻ്റെ മകനും അഭിനയിക്കുന്നു, മറ്റവൻ്റെ മകനും അഭിനയിക്കുന്നു. മറ്റുള്ളവന് എത്ര കഴിവുണ്ടെങ്കിലും അവനെ തളർത്തി കളയുന്നു സിനിമയിലെ കോക്കസുകളെ കുറിച്ചിട്ട്, അതുപോലെ സിനിമയിലെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട്, അങ്ങനെ എല്ലാം പറഞ്ഞ് അത് നമുക്ക് ഒരുപാട്, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരിക്കാനായിട്ട് ഈ നീരജ് മാധവിൻ്റെ സീൻ കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും നമ്മളെ അത്രയധികം ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് നീരജ് മാധവ്. പുള്ളി ഒരു പ്രൊഡ്യൂസറായിട്ട് വന്നിട്ട് അവസാനം ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ NIA പൊക്കുന്ന ഒരു കേസാണ് പുള്ളി ഇടയ്ക്ക് വെച്ചിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പടം. ഈ ലാലേട്ടൻ്റെ മോൻ പ്രണവ് മോഹൻലാലൊക്കെ കൂടി ചെയ്യാൻ ഉദ്ദേശിച്ച ആ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങി പകുതിയായപ്പോഴത്തേക്കും ഈ പറഞ്ഞ അതിൻ്റെ പ്രൊഡ്യൂസറായ നീരജ് മാധവനെ പോലീസ് പൊക്കുകയും ആ പടം നിന്നുപോവുകയും ചെയ്യുന്നു. അതിനുശേഷം ആ പടം ഏറ്റെടുത്ത് നടത്താൻ വരുന്നത് അജു വർഗീസിൻ്റെ
അജു വർഗീസിൻ്റെ കഥാപാത്രമാണ്. അജു വർഗീസ് ഡബിൾ റോളാണ്, അപ്പനായിട്ടും മകനായിട്ടും ഉണ്ട്, അച്ഛനായിട്ടും മകനായിട്ടും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പലപ്പോഴും നമ്മളെ ഈ പറയണ പ്രണവ് മോഹൻലാലും നമ്മളെ ചിരിപ്പിച്ച് കൊല്ലുന്ന, അതായത് പരസ്പരം ഇവർ ആരാണ് കൂടുതൽ ചിരിപ്പിക്കുന്നത് കൺഫ്യൂഷനായി പോകും. അത്രയ്ക്ക് മനോഹരമായൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അത്തരം സിനിമകളാണ് ഇനി മലയാളത്തിൽ ഇറങ്ങേണ്ടതായിട്ടുള്ളത്. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്ന സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ സുവർണ്ണ കാലത്തിലൂടെയാണ് മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വക സിനിമകളെല്ലാം, ഇത്തരം സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നിങ്ങൾ സിനിമയെക്കുറിച്ച് വിലയിരുത്തണം. പിന്നെ അതിനകത്ത് വളരെ മനോഹരമായിട്ട് ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള എന്ന് പറയുന്ന സിനിമയിൽ വളരെ മനോഹരമായിട്ട് 2 പ്രണയങ്ങൾ പറയുന്നുണ്ട്. 2 പ്രണയവും വളരെ മനോഹരമാണ്. പലപ്പോഴും ഒരുപാട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നതിനിടയിലും നമ്മളെ കണ്ണ് ഈറനാക്കുന്നതും ഈ സിനിമയിലെ ചില രംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. പിന്നെ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ധൈര്യമായിട്ട് എഴുതിയിടാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.